എൻ്റെ പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു എന്നും, അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും റിസപ്ഷൻ. അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്നാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ചടങ്ങുകളെന്ന് കേട്ടിട്ടുണ്ട്. പപ്പയുടെ അമ്മയുടെയും പഴയ കല്യാണ ആൽബത്തിൽ നിന്ന് അമ്മ കരയുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കാലം മാറി. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ എൻഗേജ്മെൻറ്റ് പെണ്ണിൻ്റെ വീട്ടിലും കല്യാണം ചെക്കൻ്റെ വീട്ടിലാണ്. സോ ഞങ്ങളുടെ കല്യാണം ചെറുക്കൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഹാളിലെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ ചെറുക്കൻ്റെ വീട്ടിലാക്കിയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അവർ വരുന്നത്. ഏകദേശം കല്യാണം കഴിഞ്ഞൊരു 2 to 3 days ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകണം കൊണ്ടുപോക്ക് ചടങ്ങാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂടി കൊണ്ടുപോകാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 2 വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ പപ്പയുടെ ചേച്ചിമാരുണ്ട്, അതുപോലെ തന്നെ അവരുടെ മക്കളുണ്ട്, എൻ്റെ അമ്മയുടെ ചേട്ടൻ, വൈഫ്, അതുപോലെ തന്നെ അനിയൻ, പിന്നെ അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മന്ത്രകോടിയൊക്കെ ഉടുത്തു. മന്ത്രകോടി ഉടുത്താണ് നമ്മൾ പോകാൻ പോണത്. മന്ത്രകോടി സാരിയുടെ ഭംഗി ഞാൻ ശരിക്കും ഇപ്പോഴാണ് ആസ്വദിക്കണം. കല്യാണത്തിൻ്റെ അന്ന് ഉടുത്തത് വളരെ റഷായിട്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ടയേർഡുമായിരുന്നു. പക്ഷേ ഇന്ന് ഉടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ കൂടി എനിക്കതൊന്ന് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഉടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളാണ് എനിക്ക് ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാരി അന്വേഷിച്ച് നമ്മൾ കുറേ നടന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഈ ഒരു കളറ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വേറെ ഒരു കളറിലേക്ക് മാറ്റി പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അന്വേഷിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന സാരിയാണ്. മന്ത്രകോടി നമ്മുടെ കല്യാണത്തിൻ്റെ ഓർമ്മ കൂടിയാണല്ലോ. സോ ഇറ്റ്സ് ഓൾവേസ് മൈ ഫേവറേറ്റ്. അങ്ങനെ വൈകുന്നേരത്തെ ഒരു ചായ കൂടിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളതായി ഇറങ്ങി. അവിടെ ഗ്രേസിൻ്റെ അങ്കിൾമാരും ആൻറ്റിമാരും കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ വൈപ്പിൻ ടു മരട് യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ആദ്യം നമ്മളെ വെൽക്കം ചെയ്തത് നമ്മുടെ അന്നംകുട്ടിയായിരുന്നു. അമ്മമ്മക്ക് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതെ, പണ്ടും ഇപ്പോഴും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എന്നെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചു, നമുക്ക് മധുരം തന്നു. ആദ്യം അപ്പാപ്പ തന്നു. 2 അമ്മമ്മമാരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ശർക്കര പാച്ചോറായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മമാരെ ഉണ്ടാക്കണത്. അപ്പം അങ്ങനെ നമ്മുടെ സെലിയമ്മയും അപ്പാപ്പന്മാരും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് പാച്ചോറ് മധുരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് നേരം എൻ്റെ സ്വന്തം വീട്ടിൽ ഗസ്റ്റായിട്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിക്കുമായിരുന്നു, എന്ത് ഇത് ഗസ്റ്റിനെ പോലെ കാണണേന്നു. കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങ് സെറ്റായി.